അങ്ങനെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പൊപ്പാനിയും തൊപ്പിയും എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ മൂവാറ്റുപുഴയിൽ ദിവ്യ ചേച്ചിയുടെ ചേമ്പും താളിലെത്തി. അവിടെയായിരുന്നു ഞങ്ങളുടെ ലഞ്ച് കഴിച്ചു. കുറേ കസർത്തും വാചകടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് മൂവാറ്റുപുഴ ടൗണിലേക്കാണ്. അവിടുന്ന് വൈൻ വാങ്ങാനുണ്ടായിരുന്നു. വൈനൊക്കെ വാങ്ങി വീട്ടിലെത്തി. ആണുങ്ങളെല്ലാവരും കൂടെ അവിടെ ചേച്ചി എടുത്ത് വെച്ചിട്ട് തുണിയൊക്കെ വെച്ച് പൊപ്പാനിയെ സെറ്റ് ചെയ്ത് പാട്ടുമൊക്കെ പാടി സന്തോഷിച്ച ആരവത്തോടുകൂടി ഇരുന്നു. ഞങ്ങൾ പെണ്ണുങ്ങളും ഇടയ്ക്ക് പാട്ട് പാടാൻ കൂടിയിട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ രാത്രി. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ കലവറയിലേക്ക് കയറി. ദിവ്യ ചേച്ചിയുടെ നേതൃത്വത്തിൽ നല്ല ഒന്നാം തരത്തിൽ പിടിയും പിന്നെ പനീർ കറിയും ഗീ റൈസും ഉണ്ടാക്കി. പിന്നെ കുറച്ച് പൂരി ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞങ്ങളുടെ പിടിക്കുള്ള ചിക്കനാണ് പ്ലാൻ ചെയ്തതെങ്കിലും പക്ഷിപ്പനി കാരണം ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. പകരം ഞങ്ങൾ നമ്മുടെ സ്വന്തം കൊച്ചപ്പൂ നല്ല ഒന്നാം തരത്തിൽ സോയാബീൻ ഫ്രൈയും റോസ്റ്റും ഉണ്ടാക്കിക്കൊണ്ട് വന്നു. സൂപ്പർ ഫുഡായിരുന്നു. ഞങ്ങൾ കുറ്റം പറയുന്നതല്ല, ദിവ്യ ചേച്ചി ഓൾറെഡി കുക്കാണല്ലോ. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങിയില്ലേ ബഹളം. ദേ കണ്ടല്ലോ, ചേട്ടന്മാരെല്ലാം റെഡ് നിക്കറും വൈറ്റ് ബനിയനും നല്ല ഒന്നാം തരം ഗ്ലാസും ഇവർ തൃപ്പൂണിത്തുറയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഈ ന്യൂ ഇയർ ആഘോഷം. ഞങ്ങളെല്ലാവരും കൂടെ ഇവരുടെ ഡാൻസും കൂത്തും എല്ലാം കണ്ട് ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ സെഷൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ഗ്ലാസ് എടുത്ത് ഫോട്ടോയും വീഡിയോസ് എടുക്കലും ന്യൂ ഇയർ വിഷ് ചെയ്യലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സമയം കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നല്ല രസത്തിൽ പാട്ടൊക്കെ വെച്ച് ആഘോഷിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ന്യൂ ഇയർ ഫ്രണ്ട്സ് ഗിഫ്റ്റ് പാസിങ് ടൈം ആയിരുന്നു. ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവർ തന്ന ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കി അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സർപ്രൈസും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും ഗിഫ്റ്റൊക്കെ കണ്ട് സന്തോഷവും കാര്യങ്ങളാട്ടോ ഈ കാണുന്നത് നിങ്ങൾ. ആദ്യം ഞങ്ങൾ അതെല്ലാം ചെയ്ത് എല്ലാവരുടെയും ഗിഫ്റ്റൊക്കെ കണ്ട് സന്തോഷം കഴിഞ്ഞു. ദേ സമയമായി. ഫ്ലോയിലാണ് ഡാൻസ് കിടക്കുന്നത്. ഡാൻസ് കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ദേ 12 മണിയാവുന്നു. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. വേഗം പൊപ്പാനി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലേഡീസിനെ ഏൽപ്പിച്ചു പൊപ്പാനി എടുത്തുകൊണ്ട് വരുന്ന പരിപാടി. ഞങ്ങളെല്ലാവരും കൂടെ പൊപ്പാനിയെ പൊക്കി ഒരു വിധത്തിൽ നല്ല കനമുണ്ട്. ഒന്നുണ്ടോന്നുമല്ല, കുറേ തുണികൾ കൊണ്ട് ഉണ്ടാക്കിയതാണേ. ഇപ്രാവശ്യം കുറച്ച് ലേഡീസ് പൊപ്പാനി കേട്ടോ. ഞങ്ങൾക്ക് ഡ്രസ്സ് ആ ഒരു രീതിയിലാണ് കിട്ടിയത്. ഉള്ള തുണി വെച്ചാൽ ചെയ്തത്. 12 മണിയായി. കമ്പിത്തിരി കത്തിക്കാൻ തുടങ്ങി, പൂത്തിരി കത്തിക്കാൻ തുടങ്ങി, കേക്ക് കട്ടിങ്. കറക്റ്റ് 12 മണിക്ക് പൊപ്പാനിയെ എത്തിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ ആ മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് മേടിച്ച സ്പാർക്ലിംഗ് വൈനാട്ടോ. അത് നോൺ ആൽക്കഹോളിക് ആണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഡാൻസ്, വീണ്ടും ഡാൻസ്. എത്ര സന്തോഷകരമായിരുന്നു എന്നറിയാം ഇത്തവണത്തെ ഞങ്ങളുടെ ന്യൂ ഇയർ. ശരിക്കും ഹാപ്പി. ഒരു നാട്ടുപ്രദേശം ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ ശല്യമില്ല, ഒരുപാട് ആൾക്കാരില്ല. ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഞങ്ങൾക്കൊരു പ്രൈവസിയും കിട്ടി. ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ ഇത്തവണത്തെ ന്യൂ ഇയർ 2026 സ്വാഗതം ചെയ്ത് അവിടെ